നമസ്കാരം. ആഗോള രാഷ്ട്രീയ വ്യവസ്ഥ ഒരു ദീർഘകാല അസ്ഥിരതയുടെ വഴിത്തിരിവിൽ നിൽക്കുമ്പോൾ US-റഷ്യ ബന്ധങ്ങളുടെ അവസാന നിയന്ത്രണങ്ങളിൽ ഒന്നായിരുന്ന ന്യൂ സ്റ്റാർട്ട് കരാർ കാലഹരണപ്പെടുന്നത് ലോകത്തെ അതീവ ഗൗരവമുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് തള്ളിവിടാൻ പോകുന്നത്. ശീതയുദ്ധകാലത്ത് പോലും പരസ്പര ഭീതിയും സംശയവും നിലനിന്നിരുന്ന സാഹചര്യങ്ങളിൽ ആണവായുധങ്ങൾക്കുമേൽ ചില നിയന്ത്രണങ്ങളെങ്കിലും നിലനിന്നിരുന്നു എന്നതാണ് മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ഭാഗ്യം. എന്നാൽ ഇന്ന് ആ നിയന്ത്രണങ്ങളുടെ ചങ്ങലകൾ പൊട്ടിമാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇത് വെറും ഒരു കരാറിന്റെ അവസാനമല്ല, ഉത്തരവാദിത്ത ബോധത്തോടെ നിലനിന്നിരുന്ന ആണവ രാഷ്ട്രീയത്തിന്റെ ഒരു കാലഘട്ടത്തിന്റെ അസ്തമയം കൂടിയാണ്. ന്യൂ സ്റ്റാർട്ട് കരാർ US-നും റഷ്യയ്ക്കും വിന്യസിക്കാവുന്ന തന്ത്രപ്രധാന ആണവായുധങ്ങളുടെ എണ്ണത്തിൽ പരിധി നിശ്ചയിച്ചു. അതിലുപരി പരസ്പര പരിശോധനകളും സുതാര്യതയും വിശ്വാസ നിർമ്മാണവും ഈ കരാർ ഉറപ്പാക്കിയിരുന്നു. ഇപ്പോൾ ആ വാതിലുകളെല്ലാം അടഞ്ഞു കഴിഞ്ഞു. ഇനി ഇരു രാജ്യങ്ങൾക്കും തങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ആണവായുധങ്ങൾ വികസിപ്പിക്കാനും വിന്യസിക്കാനും നിയമപരമായ തടസ്സങ്ങൾ ഒന്നും തന്നെ മുന്നിലില്ല. ഇതൊരു രാജ്യത്തിന്റെയോ രണ്ട് രാജ്യങ്ങളുടെയോ മാത്രം പ്രശ്നമല്ല. ആണവായുധങ്ങളുള്ള ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യന്റെയും ജീവൻ ഇതോടെ കൂടുതൽ അപകടത്തിലായിരിക്കും. 2010 ഒപ്പിട്ട കരാർ തൊട്ടടുത്ത വർഷമാണ് നിലവിൽ വന്നത്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലുകളും ശക്തമായ ബോംബർ യുദ്ധവിമാനങ്ങളും വിന്യസിക്കുന്നതിനാണ് കരാർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കരാർ പാലിക്കുന്നുണ്ടോ എന്ന് പരസ്പരം പരിശോധിക്കാനും ഡാറ്റ കൈമാറാനും കരാറിൽ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. കരാർ വ്യവസ്ഥകൾ തുടരാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സെപ്റ്റംബറിൽ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും US ഔദ്യോഗികമായി പ്രതികരിച്ചില്ല എന്ന് മുതിർന്ന റഷ്യൻ നയതന്ത്രജ്ഞനും വിദേശനയ ഉപദേഷ്ടാവുമായ യൂറി ഉഷകോ പറഞ്ഞിരുന്നു. കരാർ പുതുക്കുന്നത് നല്ല ആശയമാണെന്ന് അന്ന് വ്യക്തമാക്കിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ചകൾക്ക് പക്ഷേ തയ്യാറായില്ല. സംവാദത്തിനും നയതന്ത്ര സ്ഥിരത ഉറപ്പുവരുത്താനും റഷ്യ തയ്യാറാകണമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഇതിനകം തന്നെ കൂടുതൽ ആണവായുധങ്ങൾ ശേഖരിക്കാനും ആധുനികവൽക്കരിക്കാനും തയ്യാറെടുക്കുന്നുവെന്ന സൂചനകൾ ശക്തമാണ്. യുക്രൈൻ യുദ്ധം, നാറ്റോയുടെ വ്യാപനം, പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള രാഷ്ട്രീയ സൈനിക സംഘർഷങ്ങൾ എന്നിവ റഷ്യയെ കൂടുതൽ ആക്രമണാത്മകമായ ഒരു സുരക്ഷാ സമീപനത്തിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട്. ആണവായുധങ്ങളാണ് അന്തിമ സുരക്ഷ എന്ന ചിന്താഗതിയിലാണ് ഇപ്പോൾ മോസ്കോയിൽ ശക്തമാകുന്നത്. അതിനൊപ്പം അമേരിക്കയും പിന്നോട്ടില്ല. സൈനിക ബജറ്റുകൾ വർദ്ധിക്കുന്നു, പുതിയ തലമുറ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നു. പഴയ നിയന്ത്രണങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പോലും രാഷ്ട്രീയ മനസ്സില്ലാത്ത അവസ്ഥയാണ് വാഷിംഗ്ടൺ. ഈ മത്സരത്തിലേക്ക് ചൈന കൂടി കടന്നു വരുന്നതാണ് ഏറ്റവും ഭീതിജനകമായ ഘടകം. ഇതുവരെ താരതമ്യേന പരിമിതമായ ആണവശേഷി മാത്രം നിലനിർത്തിയിരുന്ന ചൈന ഇപ്പോൾ വേഗത്തിൽ ആയുധ ശേഖരം വികസിപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കും. അമേരിക്ക റഷ്യ ആണവ മത്സരം വീണ്ടും ശക്തമാകുന്ന സാഹചര്യത്തിൽ പിന്നിൽ നിൽക്കരുത് എന്ന മനോഭാവം ബീജിംഗിലും വളരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ലോകം 3 മഹാശക്തികൾ തമ്മിലുള്ള നിയന്ത്രണമില്ലാത്ത ആണവായുധ മത്സരത്തിലേക്ക് പതിക്കും. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് മത്സരം ഒരിക്കലും സുരക്ഷയിലേക്ക് നയിച്ചിട്ടില്ല എന്നതാണ്. അവ എല്ലായ്പ്പോഴും വിനാശത്തിലേക്കാണ് വഴിതെളിച്ചിട്ടുള്ളത്. ഇവിടെ ഏറ്റവും ആശങ്കാജനകമായ മറ്റൊരു കാര്യം ആണവായുധങ്ങൾ ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യത ഇനി സിദ്ധാന്തപരമായ ഭീഷണി മാത്രമല്ല എന്നതാണ്. തെറ്റായ കണക്കുകൂട്ടലുകൾ, സാങ്കേതിക പിഴവുകൾ, പ്രാദേശിക സംഘർഷങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുടെ അഹങ്കാരം, ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി ലോകത്തെ പൊട്ടിത്തെറിക്കുന്ന ബോംബാക്കി മാറ്റാൻ. ആണവായുധങ്ങൾ ഒരിക്കൽ പ്രയോഗിക്കപ്പെട്ടാൽ അതൊരു പ്രദേശത്തേക്കോ ഒരു രാജ്യത്തേക്കോ ഒതുങ്ങി നിൽക്കില്ല. പരിസ്ഥിതി നാശം, ആണവ ശീതകാലം, ആഗോള ഭക്ഷ്യക്ഷാമം, കോടിക്കണക്കിന് മനുഷ്യരുടെ മരണം, ഇതെല്ലാം ഒരുമിച്ച് ഒറ്റ നിമിഷം കൊണ്ട് മനുഷ്യരാശിയുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടത്തിലേക്ക് നയിക്കും. ദുഃഖകരമായ സത്യം, ഈ ഭീഷണിയുടെ മുന്നിൽ ലോകം അത്ര ശക്തമായ പ്രതികരണം കാണിക്കുന്നില്ല എന്നതാണ്. അന്താരാഷ്ട്ര സംഘടനകൾ ദുർബലമാണ്. ആണവ നിരായുധീകരണത്തെ കുറിച്ചുള്ള ചർച്ചകൾ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് കീഴടങ്ങുന്നു. സാധാരണ മനുഷ്യരുടെ ശബ്ദം ഈ ആയുധങ്ങളുടെ ഗർജനത്തിൽ മൂടപ്പെടുന്നു. നിയന്ത്രണങ്ങളില്ലാത്ത ആണവ ലോകം സ്ഥിരതയുള്ളതല്ല. അത് സ്ഥിരമായ ഭീതിയുടെയും അനിശ്ചിതത്വത്തിന്റെയും ലോകമാണ്. ഇന്നെടുക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾ നാളെയുടെ ചരിത്രമാണ്. ആ ചരിത്രം മനുഷ്യൻ തന്നെ ബുദ്ധിയും ഉത്തരവാദിത്വ ബോധവും നഷ്ടപ്പെടുത്തി സ്വയം നശിപ്പിച്ച കഥയായി മാറുമോ, അതോ വിനാശത്തിന്റെ വക്കിൽ നിന്ന് തിരിഞ്ഞു നിന്ന ഒരു ജാഗ്രതയുടെ കഥയായി മാറുമോ എന്നത് ഇപ്പോഴും തീരുമാനിക്കപ്പെടാനുണ്ട്.